ശരിക്കും ഇതിനോടൊരു താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇല്ല. എന്നാൽ ഒരു വർഷം നീറ്റിന് പോയി അല്ലെങ്കിൽ നീറ്റ് എഴുതി എന്ന് ആരൊക്കെയോ അറിഞ്ഞു, അപ്പൊ പിന്നെ എന്താ ഒരു ഡോക്ടർ ആക്കി കളയാമെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു വിദേശത്ത് പോയി. നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടമാണോ, അവിടെ നിന്ന് ജീവിച്ചു പോകാനാണോ നിങ്ങളുടെ താല്പര്യം എങ്കിൽ യു ഗോ ഫോർ ദാറ്റ് മൂവ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് അവിടെ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മാത്രമായിരുന്നു അവിടെ ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എൻട്രൻസ് എക്സാം. എക്സ്പീരിയൻസ് മതിയാവുന്നില്ല ഒരു ഹോസ്പിറ്റലിലോട്ട് കയറണമെങ്കിൽ. 5 years എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഡോക്ടേഴ്സിനെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഇവിടെ. വെൽക്കം ടു അനദർ കരിയർ പോഡ്കാസ്റ്റ്. നമ്മൾ ഇതുവരെ നടത്തിയ കരിയർ പോഡ്കാസ്റ്റുകളിൽ ഞാനും എൻ്റെ ഏതെങ്കിലും ഒരു ടീംമേറ്റും കൂടി ഇരുന്നിട്ടാണ് പലതരം കോഴ്സുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ഗസ്റ്റാണ്. ഞാനുള്ളത് ദുബായിലാണ്, നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ കൂടെ ഇന്നുള്ളത് ദുബായിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ അജിലയാണ്. മലയാളിയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ അജില എങ്ങനെയാണ് UAE എത്തിയത്, UAE എത്താനായി എഴുതിയ പരീക്ഷകൾ എന്താണ്, ഇനി നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ അജിലയുമായിട്ടുള്ള ഈ കോൺവെർസേഷൻ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ആൻഡ് ഷീ ഈസ് എ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കേട്ടോ. ഡോക്ടർ അജില എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ആൾ സംസാരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന് ഡോക്ടർ അജിലയോട് ചോദിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വരുത്താം. വെൽക്കം ഡോക്ടർ അജില. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ഇൻട്രോ. ഡോക്ടർ അജില എങ്ങനെയാണ് ദുബായിൽ വന്നിട്ട് ഈ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്? കഥ ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാവോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ദുബായിൽ വന്നത് ഒരിക്കലും ഒരു നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടെങ്കിൽ ദുബായിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് വിചാരിച്ച് വന്നൊരു ചോയ്സ് ആയിരുന്നില്ല. ഞാൻ MBBS കഴിഞ്ഞു, എല്ലാവരെയും പോലെ നീറ്റ് എഴുതുക അല്ലെങ്കിൽ പ്ലാബ് എഴുതുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിലായിരുന്നു ഞാനും. ബിക്കോസ് ആ സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻസ് അറിയില്ല. പക്ഷെ ഇവൻച്വലി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി നാട്ടിൽ. അങ്ങനെ ഒരു 2 years വർക്ക് ചെയ്തു. അതിന് ശേഷം എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറയാൻ ക്ലിയർലി മാരേജിന് ശേഷം ഞാൻ ദുബായിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അപ്പം ദുബായിലേക്ക് എത്തിയിട്ട് എന്താണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് DHA എഴുതാം, ദുബായിൽ വർക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ള തോട്ടിലോട്ട് എത്തിയത്. ആൻഡ് ദാറ്റ്സ് ഹൗ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതായത് MBBS കഴിഞ്ഞ് നീറ്റ് PG എഴുതി ഒരു നമ്മൾ എങ്ങനെയാണ് ഒരു നോർമലി ഇന്ത്യയിൽ പ്രൊസീഡ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാനിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വന്നു. അതിൽ നിന്ന് ദുബായിലേക്ക് വന്നു. അവിടെ നിന്നിട്ടാണ് പിന്നീട് DHA എക്സാം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ ചെയ്യുന്ന പൊസിഷനിലേക്ക് എത്തിയത്. ഇപ്പൊ ഒരാൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നു, ഡോക്ടർ അജിലയെ പോലെ പെട്ടെന്ന് ഒരു മാരേജ് വന്നിട്ടല്ല ദുബായിൽ വരണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. നാട്ടിൽ MBBS പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ആള് തീരുമാനിക്കുകയാണ് എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ദുബായിലാണ്, അപ്പൊ ദുബായിക്ക് വരണം. അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ MBBS പഠിക്കാൻ തുടങ്ങുന്നത് മുതൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടി വരുമോ? ഒരിക്കലും ഇല്ല. കാരണം ദുബായ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മുന്നിൽ കൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു സ്ഥലമല്ല. ദുബായ് നമുക്ക് എക്സ്പീരിയൻസ് അനുസരിച്ചൊരു ഡോക്ടറിന് എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് ദുബായ്. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ദുബായിലോട്ട് മൂവ് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് PG കഴിഞ്ഞിട്ട് വരണോ അതോ MBBS കഴിഞ്ഞിട്ട് വരണോ എന്നുള്ള തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത്. അത് കാരണം രണ്ടും 2 ഡിഫറെന്റ് പ്രോസസ്സുകളാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അതായത് MBBS മാത്രം കഴിഞ്ഞു, ഒരു സ്പെഷ്യലൈസേഷനും എടുക്കുന്നില്ല, എന്നിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹം. ഈ നാട് പോലെ തന്നെ ഈ ഫോറിൻ MBBSകാർ ഒരുപാടുണ്ട്. അവരുടെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. എന്താണ് അതിന്റെ പ്രോസസ്? ഒരു MBBS കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഇന്ത്യൻ റെക്കഗ്നൈസ്ഡ് MCI റെക്കഗ്നൈസ്ഡ് ഇന്ത്യയിൽ കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ 2 years എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ദുബായിൽ DHA എഴുതിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 2 years എക്സ്പീരിയൻസ് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് DHA ലൈസൻസിങ് എക്സാം ഉണ്ട്. ഈ DHA എന്ന് പറയുന്നത് ദുബായിലേക്കാണ്. ഇതല്ലാതെ UAE മറ്റ് എമിറേറ്റ്സിനാണെങ്കിൽ വേറെ എക്സാംസ് ആണ്. ഇപ്പോൾ അബുദാബിക്കാണെങ്കിൽ ഹാദ്, ഷാർജ, ഉമ്മൽഖീൻ അവിടെയൊക്കെയാണെങ്കിൽ MOH, അങ്ങനെ ഡിഫറെൻറ്റ് എക്സാംസ് ആണ്. ഇത് എഴുതി ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഒക്കെ ലൈസൻസിങ് പ്രോസസ്സ് ഒന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്, ഡാറ്റ ഫ്ലോ എന്ന് പറയും. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളെല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞ് നമുക്ക് DHA ലൈസൻസ് കിട്ടും. ഈ DHAയുടെ ലൈസൻസിങ് എക്സാമിന് വേണ്ടി ഒരു നിശ്ചിത വർഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നൊരു നിബന്ധനയില്ലേ? അതെ. അത് എത്ര വർഷമാണ്? അതാണ് ഞാൻ പറഞ്ഞത്, 2 years.
നമ്മുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മിനിമം ആ 2 years ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് DHAയുടെ ലൈസൻസിങ് എക്സാം എഴുതാൻ സാധിക്കുക. ഈ ലൈസൻസിങ് എക്സാം നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എഴുതാൻ പറ്റുമോ? നമുക്ക് എവിടെ വേണമെങ്കിൽ ഈ ലൈസൻസിങ് എക്സാം എഴുതാം. അതായത് ഒരു പ്രോമെട്രിക് എക്സാം ആണ്. അങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ഈ പ്രോമെട്രിക് സെന്റേഴ്സ് ഉള്ള എവിടെ വേണമെങ്കിൽ നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. അപ്പം ദുബായിൽ തന്നെ വരണമെന്നില്ല, നിങ്ങൾക്ക് നാട്ടിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഇനി ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, പക്ഷെ വർക്ക് എക്സ്പീരിയൻസ് നാട്ടിലല്ല, മറ്റേതോ ഒരു കൺട്രിയിൽ പോയി. മറ്റേതോ ഒരു കൺട്രിയിൽ പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നം കിടപ്പുണ്ട്, ആ കൺട്രിയുടെ ലൈസൻസ് എക്സാം ക്ലിയർ ചെയ്യാതെ വേറൊരു കൺട്രിയിലും പോകാൻ പറ്റില്ല. പക്ഷെ ഒരു സോർട്ട് ഓഫ് ഇന്റേൺഷിപ്പ് അങ്ങനെ എവിടെയെങ്കിലും പോയി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടോ? ഇത് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഇല്ല, ഒരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആണ്, അത് പ്രയോജനം ചെയ്യോ? ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാക്കുന്നത്, ദുബായിൽ വർക്ക് ചെയ്യാൻ എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറെ എവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ട് വന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ദുബായിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല നിങ്ങളിപ്പം ദുബായിൽ വന്നിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഒരു പെയ്ഡ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം. ഒരിക്കലും നമ്മൾ അങ്ങോട്ട് വളരെ വലിയൊരു തുക അങ്ങോട്ട് പേ ചെയ്താലേ ആ പ്രോഗ്രാം നമുക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. അതും ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അത് ചെയ്യുവാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. അതാണ് ഈ എംബ്രി എന്ന് പറയുന്ന പരിപാടി. അല്ല, അതാ ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ MBBS കഴിഞ്ഞ് നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യില്ലേ, ആ സിമിലർ പരിപാടി ഇപ്പൊ നമ്മൾ നാട്ടിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്ത് പഠിച്ച കുട്ടികളാണെങ്കിൽ അവരെവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇന്റേൺഷിപ്പ് ഒരു വലിയ തുക കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും ആളുകൾ എംബ്രിയും ഈ ഇന്റേൺഷിപ്പും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുത്തു ചോദിച്ചത്. ഇപ്പൊ പുറത്ത് പഠിച്ച ഒരു കുട്ടി, അവർക്കാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു കുട്ടി ഇപ്പൊ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് ഷുവർ ഷോർട്ട് ആയിട്ട് നമുക്ക് ആ ഇന്റേൺഷിപ്പ് കിട്ടുമോ? ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പെയ്ഡ് പരിപാടി ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഒക്കെ ഒത്തിരി ഹയർ ആയ സിറ്റുവേഷനിൽ ഒത്തിരി പേര് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കാണെങ്കിൽ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പം പൈസ കൊടുത്താലും നമുക്ക് സീറ്റ് ഉണ്ടാവേണ്ടത് ഇത് ചെയ്യണമെങ്കിൽ. അപ്പം ഒരു ഇന്റേൺ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞിട്ട് എക്സ്ട്രാ എടുക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, ഇവിടെ എക്സ്ട്രാ അവർ ഇന്റേൺഷിപ്പ് അലോട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്പേഴ്സ് മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പം നമ്മുടെ റെസ്യൂമേ വെച്ച് അപ്ലൈ ചെയ്തിട്ട് അതിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ പേയ്മെന്റ് ചെയ്തിട്ട് ഇന്റേൺഷിപ്പിലോട്ട് കയറുന്ന പ്രോസസ്സിലോട്ട് എത്തത്തുള്ളൂ. അതായത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുകയും വേണം, എന്നാൽ അത് എളുപ്പമായിട്ട് നമുക്ക് കയറി പോകാവുന്ന ഒരു പരിപാടിയും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരുപാട് പേര് ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇവിടുത്തെ നാഷണൽസിന് പ്രോമിനൻസ് കിട്ടുന്നു, പിന്നെ ഇവിടെ റെസിഡൻസി ഉള്ള ആളുകൾക്ക് പ്രോമിനൻസ് കിട്ടുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പ്രോമിനൻസ് കിട്ടുക. ഇത് ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, UAE എന്തൊരു പ്രോസസ്, ബിഇറ്റ് MBBS, ബിഇറ്റ് PG അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്, ഏത് പ്രോസസ്സിലാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പ്രയോറിറ്റിയിലോട്ട്. അതായത് നാഷണൽസിന് ഫസ്റ്റ് പ്രോമിനൻസ് കിട്ടുന്നു, ഇവിടെ പഠിച്ചവർക്ക് പ്രോമിനൻസ് കിട്ടുന്നു, പിന്നെ ഇവിടെ റെസിഡൻസി വിസ ഉള്ളവർക്ക് പ്രോമിനൻസ് കിട്ടുന്നു, പിന്നെ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോമിനൻസ് ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡ്. പിന്നെ നെറ്റ്വർക്ക്സ് ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ ഇവിടെ കോൺടാക്ട്സ് ഉണ്ട്, ഒരു ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ മേ ബി അവർക്ക് പ്രയോറിറ്റി കിട്ടിയേക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പിന് വേണ്ടി പേ ചെയ്യേണ്ടി വരുന്ന തുക ഒരു വലിയ തുകയാണെന്ന് പറഞ്ഞു. ഇന്റേൺഷിപ്പ് നമ്മൾ 1 year ചെയ്താൽ പോരെ ഇവിടെയാണെങ്കിൽ? ഒരു ഓൾമോസ്റ്റ് ഒരു 50,000 dirhams, right? 30 to 50 ആണ് ഓൾമോസ്റ്റ് റേഞ്ച് വരുന്നത്. 30 to 50,000 dirhams. അതായത് ഒരു 10 ലക്ഷം രൂപ അതിലേക്ക് വേണ്ടി മാത്രം നമ്മൾ കാണും. പിന്നെ വരുന്നത് ലിവിംഗ് കോസ്റ്റ് ഇഫ് വി ഡോണ്ട് ഹാവ് എനിബഡി ഹിയർ. ആബ്സല്യൂട്ട്ലി നമ്മൾ അതും കൂടി കണക്കാക്കി. സ്റ്റൈപ്പൻഡ് ഇല്ല എന്നുള്ളത് കൂടെ ഓർക്കണം. അതായത് അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്, ഇങ്ങോട്ടൊന്നും കിട്ടില്ല. 1 year നമ്മൾ കംപ്ലീറ്റ്ലി എങ്ങനെ സർവൈവ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാം. പണി ഉണ്ടാവും, നല്ല പണി ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എംബ്രിയെ കുറിച്ച് സംസാരിക്കാം. എംബ്രി എന്താണ്? എംബ്രി എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് PG പോലെ ഒരു ദുബായിയുടെ ഹോൾ UAEയുടെ ഒരു എൻട്രൻസ് എക്സാം ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എൻട്രൻസ് എക്സാം. അതാണ് ഇവിടുത്തെ. അപ്പം അതെന്ന് പറയുന്നത് ഇവിടെ
പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടാവും അഗൈൻ. അതിലും കൂടെ കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആൾക്കാർക്കാണ് ഈ എൻട്രൻസ് കിട്ടുന്നത്. ഡോക്ടർ അജില എംറി ക്ലിയർ ചെയ്ത ഒരാളാണ്. എന്തായിരുന്നു എംറി അനുഭവം? എംറി അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നപ്പം ഓക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ ഇവിടെ എംറി ഉണ്ടോ, ഇവിടെ PG ചെയ്യാലോ, നല്ലൊരു കാര്യമാണല്ലോ എന്നുള്ളത് അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാവുന്ന കുറച്ച് പേര് ഇവിടെ PG ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിവിടെ UAE നാഷണൽസ് ആണ്. അപ്പം അവർക്ക് ഇവിടെ സിസ്റ്റമായിട്ട് അറിയുന്ന ആൾക്കാരെ, പിന്നെ ഇവിടെ MBBS പഠിച്ച കുട്ടികളുമാണ്. അപ്പം ആയിരുന്നു എന്റെ സോഴ്സ് ഇതിനെ കുറിച്ച് അറിയാൻ. ഈ എംറി എന്നുള്ള കാര്യം അറിയാനായിട്ട് ഞാൻ ഈ എംറി എടുത്തെടുത്ത് ചോദിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോ പല സ്ഥലങ്ങളിലും ഈ ഫോറിൻ MBBS ചെയ്യുന്ന കുട്ടികളും നമ്മളോട്, പ്രത്യേകിച്ച് ഞാൻ ദുബായിലായതുകൊണ്ട് യൂട്യൂബ് വീഡിയോകളിൽ കമന്റ് ആയിട്ട് ഞാൻ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഈ എംറി എഴുതിക്കൊണ്ട് ദുബായിലേക്ക് വരാൻ എളുപ്പമാണെന്ന് കരുതിക്കൊണ്ട് അവർ അയക്കുന്ന കുറെ കമന്റുകൾ. ഞാനായിരിക്കും ചിലപ്പോൾ അതിന്റെ റീസൺ ഇത് എംറിയെ കുറിച്ച് അറിയാനുള്ളത്. ആദ്യമായി എംറി പൊട്ടിച്ചത് എസ്പെഷ്യലി ഇന്ത്യൻസിന് ഇതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല അധികം. അതെ, അപ്പൊ ആ എംറിയെ കുറിച്ച് അത് പൊട്ടിച്ച ആള് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം തെറ്റിദ്ധാരണകൾ ഒരുപാടാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു 2 വർഷം മുന്നേ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ മാത്രമായിരുന്നു അവിടെ ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു എക്സാം ആണ് ബേസിക്കലി UAE നാഷണൽസ് അല്ലെങ്കിൽ ഇവിടെ പഠിച്ച കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തൊരു എക്സാമാണ് ഈ എംറി എന്ന് പറയുന്നത്. ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് ഈ എക്സാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഞാൻ എഴുതുന്ന സമയത്ത് ഒരു 50 സീറ്റ്സേ ഉള്ളൂ. ആകെ 50 സീറ്റ് അപ്ലൈ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എത്ര ഇരട്ടി ആൾക്കാർ. അതെ അതെ. അപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ അത്രയും സ്കോർ ചെയ്യണം, ലൈക്ക് ഒരു 98-97% സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാറ്റഗറിയിൽ പെട്ടൊരു ആളായിരിക്കണം. അപ്പം ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ എക്സാം പാസ്സായാലും ഒരു കാര്യമില്ല എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. വെറുതെ നമ്മുടെ പ്രൊഫൈലിൽ വെക്കാം നമ്മൾ എംറി ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല. ഇല്ല, അതെ. കാരണം ഞാനിപ്പോ പറയാറില്ലേ കഥനകഥയായിട്ട് ആൾക്കാരുടെ അല്ല, ഞാൻ അത്ര ഹോപ്പ്ഫുൾ ആയിരുന്നില്ല ഞാൻ എക്സാം കൊടുത്ത സമയത്ത്. ബിക്കോസ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് അറിയാവുന്നതുകൊണ്ട്. സോ ഞാൻ ആ എക്സാമിനെ കുറിച്ചൊന്ന് സമ്മറൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഒരു എൻട്രൻസ് എക്സാം ആണ്, ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ആൻഡ് ഈ എക്സാം എന്ന് പറയുന്നതിന് ഓൾദോ പാസ് പെർസെൻറ്റേജ് എന്ന് അവർ പറയുന്നത് 65-75% ആണ് പാസ് പെർസെൻറ്റേജ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ പാസ് പെർസെൻറ്റേജ് ആയാലും നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കണം എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നമുക്ക് നല്ലൊരു ഹൈ സ്കോർ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ എക്സാം അപ്ലൈ ചെയ്യാൻ നേരത്തെ ഒരു ഫീസ് കൊടുത്ത് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ എമിറേറ്റ്സിനും വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനും സെപ്പറേറ്റ് ഫീസസ് ഉണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അറിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നാഷണൽസിൽ ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത് കുറച്ചുകൂടെ കുറവാണ്, ലോ കട്ട് ഓഫ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ആ പ്രയോറിറ്റി ലിസ്റ്റിൽ അവർ ഫസ്റ്റ് എന്തായാലും വരും. അപ്പം എനിക്ക് തോന്നുന്നില്ല നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവരുടെ കൺട്രിയിൽ ഇവരുടെ കുട്ടികൾക്ക് വേണ്ടി വെച്ചൊരു എക്സാം ആണല്ലോ. അപ്പൊ നമുക്ക് ഒരിക്കലും അതിന് റോങ് ക്രൈറ്റീരിയ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം പക്ഷെ ഇത് നമുക്ക് അറിയില്ല, അതാണ് പ്രശ്നം. അപ്പം ഈ എക്സാം പാസ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒന്നില്ലെങ്കിൽ എക്സ്ട്രീംലി ഹൈ സ്കോർ കിട്ടണം, വിച്ച് ഇസ് 95 above തന്നെ കിട്ടിയാൽ മാത്രമേ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ, എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ തിരുനാളം അവിടെ കാണണമെങ്കിൽ 95 മുകളിലെങ്കിലും നമ്മൾ വരണം, അല്ലാതെ ഒരു രക്ഷയുകൊണ്ട് ഇല്ല. അപ്പൊ അതാണ് എംറിയുടെ കഥ. അപ്പൊ നമുക്ക് തിരിച്ച് ഈ MBBS കഴിഞ്ഞ് ഇവിടേക്ക് വരുന്നതിലേക്ക് പോവാം. സോ MBBS കഴിഞ്ഞു, ഒന്നെങ്കിൽ നമ്മൾ നാട്ടിൽ 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ DHA ലൈസൻസിങ് എക്സാം എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് വരിക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ലൈസൻസിങ് എഴുതുക. ബട്ട് എനിഹൗ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. അതല്ല പുറത്ത് എവിടെയെങ്കിലും പഠിച്ചു നമുക്ക് ആ പറയുന്ന 2 വർഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായി ഇവിടെ വന്നിട്ട് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം. അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അത്രയും ക്ലിയർ ആണ്. ഇനി ഇതെല്ലാം താണ്ടി നമ്മൾ DHAയുടെ ലൈസൻസിങ് എക്സാം പാസ്സായി, ആ ലൈസൻസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലൈക്ക് എനി അതർ ജോബ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യണം. അല്ലാതെ ലൈസൻസ് കിട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് ജോബ് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. ആരും വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ പോകുന്നില്ല. ഇല്ല. കാരണം അതൊരു ഭയങ്കര മിസ്കോൺസെപ്ഷൻ ആണ്. ആൾക്കാർ വിചാരിക്കും എനിക്ക് DHA ലൈസൻസ് കിട്ടി, യെസ് വെരി ഗുഡ്, DHA ലൈസൻസ് കിട്ടുന്നത് ഇസ് നോട്ട് എ സ്മോൾ തിങ്, അപ്രീഷിയബിൾ ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നതാണ് ആക്ച്വലി ഏറ്റവും വലിയ സ്ട്രഗിൾ. അല്ലെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളതല്ല, നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടുക എന്നുള്ളതും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പൊ ഒരു റെപ്യൂട്ടഡ് ആയ സ്ഥലത്തേക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സാലറി റേഞ്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അത്ര ഒരു റെപ്യൂട്ടഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും MBBS മാത്രം കഴിഞ്ഞവരെ എനിക്ക് തോന്നുന്നു ഒരു 6,000-7,000 ദിറംസിനൊക്കെ വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും സത്യം പറഞ്ഞാൽ ഞാൻ അത് റിയലൈസ് ചെയ്തത് ഞാൻ എൻ്റെ പേജിലൂടെ ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഒത്തിരി പേര് അവരുടെ സൈഡ് ഓഫ് ദി സ്റ്റോറി കൂടെ പറയാൻ തുടങ്ങിയതും ഞാൻ അറിയാൻ തുടങ്ങിയതും. കാരണം അവർക്ക് കിട്ടുന്ന പേ സ്കെയിൽ ഭയങ്കര കുറവാണ്. പക്ഷെ ആ പേ സ്കെയിലിനും ഡെസ്പറേറ്റ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ ആൾക്കാരുണ്ട്. കാരണം അവരിവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് ജോലി തപ്പി നിൽക്കുമ്പോൾ എന്ത് സാലറി കിട്ടിയാലും ഓക്കെയാണ്, ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, ജോലി കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റിലായതുകൊണ്ട് ദേ ആർ റെഡി ടു ടേക്ക് ഇറ്റ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ നാട്ടിൽ വന്ന് ജോലി അന്വേഷിക്കുന്നത് മലയാളികളും ഇന്ത്യക്കാരും മാത്രമല്ല, എല്ലാ കൺട്രീസിലുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷിക്കുന്നുണ്ട്. അതാണ് പലപ്പോഴും മറ്റുള്ളവർ പെട്ടെന്ന് ചിന്തിക്കാത്ത ചില ഫാക്ടേഴ്സ്. സോ ഇവിടെ വന്ന ഒരു DHA ലൈസൻസ് എഴുതി എടുത്തിട്ട് ആ ലൈസൻസോട് കൂടി ഒരു ജോലിക്ക് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ജോലി തപ്പുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ചെറുതല്ല. അതെ, അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വന്നിട്ട്. കാരണം കുറെ പേര് വിചാരിക്കും ഓക്കെ DHA എഴുതിയ നാട്ടിലിരുന്ന് ജോലി തപ്പട്ടെ എന്നുള്ളത്. കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒത്തിരി പേര് ഇവിടെ വന്ന് തപ്പുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അവരെ കഴിഞ്ഞിട്ടേ ബാക്കി നോക്കുള്ളൂ. അപ്പൊ ഇവിടെ വന്ന് ജോലി തപ്പുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. ഇത് നമ്മൾ സംസാരിക്കുന്ന ഒരു ഫ്രഷറിന്റെ പോയിന്റിലാണ്. അതായത് MBBS കഴിഞ്ഞു, ജസ്റ്റ് 2 year എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്റേൺഷിപ്പിന്റെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു ജോബിന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് ഈസി. പിന്നെ വേറൊന്ന്, DHA എക്സാം അടക്കം നമ്മൾ നാട്ടിലിരുന്നു കൊണ്ട് എഴുതിയിട്ട് നാട്ടിലിരുന്ന് തന്നെ ഇവിടേക്ക് വരാൻ ഒരു ജോലി തപ്പുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതെ അതെ അതെ, കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു ഇന്റർനാഷണൽ ഏരിയ അല്ലേ. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ്സും റേസ് ചെയ്യണം. ട്രൂ. ഫൈൻ. അപ്പോൾ അത് നമ്മുടെ MBBSന്റെ കഥ. ഇനി വേറെ ഒരു കാര്യം കൂടി, MBBS മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, നമ്മളൊന്നും സ്പെഷ്യലൈസ് ചെയ്തിട്ടല്ലേ. അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലാണോ ക്ലിനിക്കിലാണോ സാധാരണ കിട്ടുക? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ബിക്കോസ് ഹോസ്പിറ്റലിൽ കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കാരണം മോസ്റ്റ്ലി ഇവിടെ ക്ലിനിക്സിൽ കൺസൾട്ടേഷൻ ബേസിസിൽ ആണ് MBBS കഴിയുമ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതൽ ക്ലിനിക്സിലാണ്, നോട്ട് ഇൻ ബിഗ് ഹോസ്പിറ്റൽസ്. ബട്ട് എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്കത് അപ്ഗ്രേഡ് ആയി വരും. ക്ലിനിക്ക് കഴിയും, മെഡിക്കൽ സെന്ററിലോട്ട് കയറാൻ പറ്റും, പിന്നെ ഹോസ്പിറ്റൽ. അങ്ങനെയായിരിക്കും ആ പ്രോസസ്സ് വരുന്നത്. ആ ഒരു യാത്ര അങ്ങനെയായിരിക്കും. ഇതിൽ 1-2 കേസസ് ഞാൻ ഒരു ബേസിക് കാര്യമാണ് പറയുന്നത്. ഇനി MBBS അല്ലാതെ നമ്മളൊരു സ്പെഷ്യലൈസേഷൻ നടത്തി, ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷന്റെ വാക്ക് വെച്ച് തന്നെ സംസാരിക്കും, കാരണം കേട്ടോണ്ടിരിക്കുന്നവർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. MBBS കഴിഞ്ഞു ഗൈനക്കിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ്. ഈ ഗൈനക് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ദുബായിലേക്ക് വരാൻ ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ എന്ത് എക്സാം എഴുതണം? അതിന്റെ പ്രോസസ്സും ഈ MBBS കഴിഞ്ഞ് എഴുതുന്ന DHA എക്സാമിന്റെ സെയിം ടൈപ്പ് ഓഫ് എക്സാം ആണോ? എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട്? ആ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ MBBS കഴിഞ്ഞാലും ഇത് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞാലും നമുക്ക് വേണ്ടത് DHA ലൈസൻസ് ആണ്. ഈ DHA ലൈസൻസിങ് പ്രോസസ്സ് സെയിം ആണ്. നമുക്ക് 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് വേണം. PG കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, ഒരു ഗൈനിക് ആണെങ്കിലും PG കഴിഞ്ഞ് ഉടനെ വരാൻ പറ്റില്ല. അവർക്കൊരു സ്പെഷ്യാലിറ്റിയിലോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് മിനിമം വേണം. എന്നിട്ട് എഴുതേണ്ടത് DHA ലൈസൻസിങ് എക്സാം ഫോർ സ്പെഷ്യലിസ്റ്റ്. എക്സാമിന്റെ പേപ്പർ മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ സിലബസ് മാത്രമേ മാറുന്നുള്ളൂ. ആ സ്പെഷ്യലൈസേഷൻ പേപ്പർ വരും നമുക്ക്, അത്രേ ഉള്ളൂ. ഇപ്പം MBBS കഴിഞ്ഞ ജനറൽ പ്രാക്ടീഷണറിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. PG കഴിഞ്ഞ ഒരു ഗൈനക്കാണെങ്കിൽ ഗൈനക്കിന്റെ ആയിരിക്കും. ഒരു സർജൻ ആണെങ്കിൽ സർജറി പേപ്പർ ആയിരിക്കും. അതായിരിക്കും ഡിഫറൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ സിലബസ് മാറും. പക്ഷെ DHA എക്സാം എന്ന് പറയുന്ന പ്രോമെട്രിക് എക്സാം സെയിം പ്രോസസ്സ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഡാറ്റ ഫ്ലോ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ദുബായിലോട്ട് ജോലി നോക്കാൻ വരണം. പക്ഷെ കീപ്പ് ഇൻ മൈൻഡ് ഈ 2 to 3 years എക്സ്പീരിയൻസ് അപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു ഗൈനക് ചോദിച്ചുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ്ലി പറയേണ്ട ഒരു കാര്യം, ഇതൊരു സർജിക്കൽ ഫീൽഡ് ആണല്ലോ. അപ്പോൾ സർജിക്കൽ ഫീൽഡ് ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അഗൈൻ ഹോസ്പിറ്റൽ പ്രാക്ടീസ്, സർജിക്കൽ ഫീൽഡ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് മതിയാവുന്നില്ല ഒരു ഹോസ്പിറ്റലിലോട്ട് കയറണമെങ്കിൽ. 5 years എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഡോക്ടേഴ്സിനെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഇവിടെ. ഓക്കെ, ഇതൊരു മാൻഡേറ്ററി ക്രൈറ്റീരിയ അല്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അങ്ങനെ ഒരു റൂൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അടുത്തും, ഇതൊരു റൂൾ അല്ല, ഇതൊരു ഹയറിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് ജനറലി മാർക്കറ്റിൽ കണ്ടുവരുന്നതാണ്. അഗൈൻ എന്തുകൊണ്ടാണ്? ബിക്കോസ് സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് ഒത്തിരി UK US ട്രെയിൻ ഡോക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇവർ ഒത്തിരി വർഷം എടുത്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് 5 years ഓഫ് എക്സ്പീരിയൻസ് എങ്ങനെ പോയാലും ആയിട്ടുണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ അവരുടെ ഡിഗ്രി കൂടുതൽ വാലിഡ് ആണ്, ഫോറിൻ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട്. പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് എന്തായാലും ഒരു വെയിറ്റേജ് കൂടുതലുണ്ട്. ഇനി ഈ നമ്മൾ എഴുതുന്ന പരീക്ഷയിൽ എവിടെയെങ്കിലും ഇപ്പോ UAE എന്തെങ്കിലും നിയമങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, എത്തിക്സോ അങ്ങനെ UAE സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? ഉണ്ട്. ചെറിയ രീതിയിൽ എത്തിക്സ് എന്ന് പറഞ്ഞത് ഒരു 10-15% ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട് ഈ പരീക്ഷയ്ക്കകത്ത്. അത് ഏത് എക്സാം ആണെങ്കിലും ചെറിയൊരു എത്തിക് പാർട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റീജിയണൽ ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ കുറച്ച് അസുഖങ്ങൾ ചിലപ്പോൾ ചില റീജിയൻസിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പം TB ഒന്നും ദുബായിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇവിടെ ഒന്നും ഇല്ലാത്തൊരു അസുഖമാണ് അത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചിട്ട് ബാക്കി കുറച്ചുകൂടെ ക്രോണിക് കണ്ടീഷൻസ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഡിഫറൻസ്. ഇവിടെ എന്തിനൊക്കെയാണ് പ്രയോറിറ്റി അത് കൂടുതൽ കാണുന്നൊരു ടൈപ്പ് ഓഫ് ഇതുണ്ട്. അങ്ങനെ വരാറുണ്ട്. ഇനി നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്നിരിക്കെ ഇവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ MBBS കഴിഞ്ഞ ഒരാളുടെ സാലറി സ്കെയിലിനെ കുറിച്ച് സംസാരിച്ചു. ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സാലറി സ്കെയിൽ ഇവിടെ എങ്ങനെയാണ് വരാറുള്ളത്? സ്പെഷ്യലിസ്റ്റ് എഗെയിൻ ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ മെഡിക്കൽ സെന്ററിലോട്ട് കയറുന്ന സ്പെഷ്യലിസ്റ്റിന്റെയും ഹോസ്പിറ്റലിൽ കയറുന്ന സ്പെഷ്യലിസ്റ്റിന്റെയും രണ്ടും രണ്ടായിരിക്കും. ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്പെഷ്യലിസ്റ്റിന്റെയും UK US വരുന്ന സ്പെഷ്യലിസ്റ്റിന്റെയും സാലറി സ്കെയിൽ ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി വരുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അവരുടെ സാലറി വന്നിട്ട് ഒരു 30 to 40,000 ദിറംസിൻ്റെ റേഞ്ചിൽ പോകുന്നുണ്ട്. പ്ലസ് ഇവർ പക്ഷേ UK US വരുവാണെങ്കിൽ ഇവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടല്ല, ഇവർ ഡയറക്റ്റ്ലി കൺസൾട്ടൻസ് ആയിട്ടാണ് ഇവർക്ക് കയറാൻ പറ്റുന്നത്. അപ്പം കാരണം ഇവർ അവിടുന്ന് ട്രെയിനിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ് അവിടുന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കൺസൾട്ടൻ്റ് ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ സാലറി ഇതൊന്നുമല്ല, സാലറി പോയിട്ടൊരു നമുക്കൊരു 60-70 റേഞ്ചിലോട്ട് സാലറി മാറും. എഗെയിൻ നമ്മുടെ സ്പെഷ്യാലിറ്റി എക്സ്പീരിയൻസും എല്ലാം ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയകളാണ്. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന വിഷയം പോലും ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. ഡെർമറ്റോളജി പോലുള്ള സ്പെഷ്യലൈസേഷൻസ് ഇപ്പൊ UAE ഒരുവിധപ്പെട്ട മറ്റു രാജ്യങ്ങളിൽ പലരും വന്ന് സർജറി പോലുള്ള കാര്യങ്ങൾ ചെയ്തു പോയി, എസ്തെറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനൊക്കെ ഇവിടെ ആ സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ടാവും അല്ലെ? അത് ഡിമാൻഡ് ഉണ്ട്. ഞാൻ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്പെഷ്യാലിറ്റി മാത്രമല്ല, നമ്മൾ ഏത് ഫേം ആണ് ഹയർ ചെയ്യുന്നതെന്നും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ എടുക്കണം, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ ഇവിടെ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പേരെടുക്കാൻ താല്പര്യമില്ല. അപ്പം ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ കാലറി ആയിരിക്കത്തില്ല ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റ്. അതായത് ABC ഹോസ്പിറ്റലിന്റെ സാലറി ആയിരിക്കില്ല ഒരിക്കലും XYZ ഉണ്ടാവുക. യെസ്. അപ്പം സ്പെഷ്യാലിറ്റി അഗൈൻ അവിടെ അത്ര ഇമ്പോർട്ടൻസ് പോകുന്നില്ല, പക്ഷെ മറിച്ച് ഫേമിലോട്ടായിരിക്കും ഇമ്പോർട്ടൻസ് പോകുന്നത്. അങ്ങനത്തെ ഒരു ഡിഫറൻസും ഉണ്ട്. ഇപ്പൊ ക്ലിനിക്കിലൊക്കെ സാധാരണ വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴത്തേനും മൾട്ടിപ്പിൾ ക്ലിനിക്സ് കവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ടോ? ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹേർഡിലാണ് കുറെ ഡോക്ടേഴ്സിന്. ലക്കിലി ഞാൻ അങ്ങനത്തെ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടില്ല. ഞാനിവിടെ UAE സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ക്ലിനിക്ക് കിട്ടി, ബിക്കോസ് ഞാനൊരു റെപ്യൂട്ടഡ് ഫേമിൻ്റെ പാർട്ടായതുകൊണ്ട് ആ ക്ലിനിക്ക് ആയിരുന്നു എൻ്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി. സോ പക്ഷെ അതല്ലാതെ വേറെ കുറേ സ്മോൾ ഫേംസ് ആണെങ്കിലും അതല്ലാതെ ഈവൻ നോർമൽ ഫേംസിലാണെങ്കിലും റിലീവർ ഡോക്ടർ ഡ്യൂട്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ഇല്ലാത്ത ക്ലിനിക്സിലോ സെന്റേഴ്സിലോ പോയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും അവരുടെ ഡ്യൂട്ടി. അപ്പം ഒരു ദിവസം ചിലപ്പോൾ 2 സ്ഥലത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ മൾട്ടിപ്പിൾ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടി. അങ്ങനെ ഒരു ഡിഫറൻസ് അവർക്ക് ഡ്യൂട്ടിയിൽ വരും. ഇപ്പോൾ ഈ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും MBBSന് വേണ്ടി വാശി പിടിക്കുന്ന ആളുകളുടെ എണ്ണം ചെറുതൊന്നുമല്ല. ഇന്ത്യയിലെ നീറ്റ് എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ 100,000 ചില്ലറ സീറ്റുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സീറ്റ് കിട്ടിയില്ല എങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് പോയിട്ട് ഞാൻ MBBS ചെയ്യും എന്ന വാശിയിൽ പലരും നിൽക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം, നീറ്റ് അവർ ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതായത് നല്ല മാർക്ക് വന്നില്ല, ക്വാളിഫൈ ആയി, ബേസ് നോളജ് താഴെയാണ് കിടക്കുന്നത്. ശരിക്കും ഇതിനോടൊരു താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇല്ല. എന്നാൽ 1 വർഷം നീറ്റിന് പോയി, അല്ലെങ്കിൽ നീറ്റ് എഴുതി എന്ന് ആരൊക്കെയോ അറിഞ്ഞു, അപ്പൊ പിന്നെ എന്നാ ഒരു ഡോക്ടർ ആക്കി കളയാം എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു വിദേശത്ത് പോയി. ഞാനൊരു കരിയർ ഗൈഡൻസിന്റെ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്, വെറുതെ അങ്ങ് പറയാണ്. ആൻഡ് പുറത്ത് പോകുന്നവര് ഇവിടെ പ്രത്യേകിച്ച് ദുബായിൽ കരിയർ ഗൈഡൻസിന് വരുന്നവരോ ഞങ്ങൾക്ക് നാട്ടിലൊന്നും പോകാൻ താല്പര്യമില്ല, വി വിൽ ക്ലിയർ പ്ലാബ് ഓർ വി വിൽ ക്ലിയർ USML, ഇതൊക്കെ എന്തോ അങ്ങ് വളരെ നിസ്സാരം, വളരെ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് എഴുതാൻ സാധിക്കുന്ന പരീക്ഷകളാണ് എന്ന ചിന്ത പലർക്കും ഉണ്ട്. ഈ പറയുന്ന MBBS മര്യാദയ്ക്ക് സബ്ജക്റ്റ് നന്നായി പഠിച്ച് പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇല്ലാതെ, ക്ലിനിക്കൽ എക്സ്പോഷർ ഇല്ലാതെ പഠിച്ചിറങ്ങുന്ന ഒരാള് എങ്ങനെ ഇത് പാസ്സാവുമെന്ന്
എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സത്യം, പ്ലാബ് ക്ലിയർ ചെയ്ത ഒരാളാണ് ഡോക്ടർ അഞ്ജല. ഡോക്ടർ അഞ്ജലയുടെ പാത്ത് ഡിഫറെന്റ് ആണ്. യു ആക്ച്വലി ക്ലിയർഡ് നീറ്റ് എക്സാം. ഒരു സ്കോറോട് കൂടി ഒരു പ്രോപ്പർ ഇന്ത്യൻ ഹോസ്പിറ്റലിൽ പഠിക്കുകയും അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇപ്പം നമ്മൾ കാണുന്ന കുട്ടികൾ പലരും ഇതല്ല, പല അബദ്ധധാരണകൾ. വളരെ സിമ്പിൾ ആയിട്ട് ചില രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നേരെ യുഎയിലോട്ട് പറന്നിട്ട് ഇവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാന്നാണ്. അതിന്റെ ഒരു സാങ്കേതികതയെ കുറിച്ചും അറിവില്ലാതെ ആരൊക്കെയോ പറയുന്ന എന്തൊക്കെയോ ഇൻഫർമേഷൻ കൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ ചെന്നെത്തുന്നുണ്ട്. ഇപ്പം MBBSലേക്ക് പോകുന്ന ഒരു കുട്ടി ഈ സ്പെഷ്യലൈസേഷൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് നേരത്തെ കൂട്ടി ചിന്തിക്കേണ്ട ആവശ്യം. ഞാൻ അത് ഈ ഉത്തരം എനിക്ക് ഇന്ന് പറയാൻ പറ്റും. കാരണം എന്താ പറയാ, എന്നോട് ഒരു 3 വർഷം മുന്നേ പറഞ്ഞത് ഞാൻ ഇതുപോലെ ഉത്തരം പറയാം, എനിക്ക് അതാവണം ഇതാവണം എന്ന് ഉത്തരം പറയുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു ഞാൻ. കാരണം ഐ തിങ്ക് അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി നമ്മളെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇത് എന്നുള്ളത്. പക്ഷെ ഇതിന്ന് ഇത്രയും ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ എൻ്റെ ലൈഫ് ഇന്ന് സോർട്ടഡ് ആയി വരുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു എല്ലാം എന്നല്ല പറയുന്നത്, എനിക്കിത് പറയാനുള്ള സ്റ്റേറ്റിൽ ഞാൻ എത്തിയത് കൊണ്ടായിരിക്കാം. പക്ഷെ ഒരു 3 വർഷം ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ആസ് എവ്രിബഡി സേസ്, എന്താ പറയുക, എനിക്ക് ഒരു ഗൈനക്കോളജിസ്റ്റ് ആവണം അല്ലെങ്കിൽ എനിക്കൊരു സർജൻ ആവണം എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് എന്താവണം എന്നുള്ളത് നമുക്ക് ആ ഒരു പോയിന്റ് ഒരു 18-20 വയസ്സിൽ നമുക്ക് അറിയുന്നൊരു കാര്യമല്ല. ഈവൻ നമുക്ക് ഡോക്ടർ ആവണോ എന്ന് പോലും നമുക്ക് അറിയുന്നൊരു ഫേസ് അല്ല അത്. കാരണം നമ്മൾ ഇതിലോട്ട് കയറി ഇതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴാണ് ഈ MBBS തന്നെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാനുള്ളൊരു മൊമെന്റ് എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അത് എടുത്തതുകൊണ്ട് എൻ്റെ ലൈഫിൽ ബെനിഫിറ്റേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ബാക്കിയുള്ളവർക്ക് എക്സ്പീരിയൻസ് ആൾക്കാർ പറയും, അല്ല നമ്മൾ MBBS പഠിച്ചു തുടങ്ങി തന്നെ നീറ്റ് ചെയ്യണം, PG എടുക്കണം, അല്ലെങ്കിൽ പിന്നെ പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൾട്ടിപ്പിൾ എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഞാൻ എംബ്രി എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ പ്ലാബ് എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട്. ഞാൻ പ്ലാബ് എഴുതിയത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ ഇതുപോലെ ഞാൻ എൻ്റെ മനസ്സിൽ നീറ്റ് ആയിരുന്നില്ല, എൻ്റെ മനസ്സിൽ MBBS എനിക്ക് പ്ലാബ് ചെയ്ത് UK പോകണമെന്നായിരുന്നു മെയിൻലി. അപ്പോൾ ആ എക്സാം ഞാൻ മുന്നേ രജിസ്റ്റർ ചെയ്ത് വെച്ച്, കാരണം പ്ലാബ് ഡേറ്റ്സ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ 1 year മുമ്പ് രജിസ്റ്റർ ചെയ്ത് വെച്ചാലേ നമുക്ക് പ്ലാബ് ഡേറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുമ്പേ രജിസ്റ്റർ ചെയ്ത് വെച്ചൊരു എക്സാം. പക്ഷെ അപ്പോഴേക്കും ഞാനിവിടെ DHA ക്ലിയർ ആയിരുന്നു. പക്ഷെ അത് ചെയ്തതുകൊണ്ട് ഓൾറെഡി പ്ലാബ് 1 കഴിഞ്ഞതുകൊണ്ട് ഓൾറെഡി പ്ലാബ് 2 കൂടെ ഞാൻ ഫിനിഷ് ചെയ്തു ഉണ്ടായിരുന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒറ്റയ്ക്ക് UK പോകാൻ പറ്റി, അവിടെ നിൽക്കാൻ പറ്റി, അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതൊക്കെ ഞാൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ എന്തിനാ അത്രയും പൈസ ചിലവാക്കി അതുവരെ പോയി, അതൊക്കെ ഞാനൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് മനസ്സിലായത്. ബിക്കോസ് ഇന്ന് എനിക്കറിയാം നന്നായി ഞാൻ അത് എടുക്കാതിരുന്നത് എന്നുള്ളത് എനിക്ക് എന്തായിരുന്നു UK അനുഭവം, അതുകൂടി കേൾക്കാൻ എനിക്ക് താല്പര്യം. അല്ല, എനിക്കും ഇനിയിപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഒഫൻഡഡ് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ആ സ്ഥലമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ദുബായിൽ നിന്ന് പോയൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലൂടെ രാവിലെ എണീക്കാൻ, ജോലിക്ക് പോവുക, ആക്റ്റീവായിട്ട് ഇരിക്കാം. നമ്മൾ എനിക്കൊരു യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഹസിൽ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയില്ല, നമ്മൾ ചുറുചുറുപ്പോടെ കോമ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ നിൽക്കുക, അതാണ് ദുബായ്, വിച്ച് ഐ ലൈക്ക്. പക്ഷെ UK എന്ന് പറയുമ്പോൾ രാവിലെ ആൾക്കാർ 10-11 മണിയാകുമ്പോൾ ഇന്ന് ജോലിക്ക് പോകണോ അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഒരു മൈൻഡ്സെറ്റിലേക്ക് തോന്നി. കാരണം ലൈഫ് ഇസ് വെരി സ്ലോ ദർ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പ്രോഗ്രസ് ഇസ് ഓൾസോ സ്ലോ ദർ. അപ്പം ഒരാൾ MBBS കഴിഞ്ഞിട്ട് PG എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് 8 to 10 years ആ ഒരു പ്രോസസ്സ് തീരാൻ. അപ്പോൾ ഒരിക്കലും UK പോകുന്നൊരു കുട്ടി എനിക്ക് PG എടുക്കാൻ വേണ്ടിയാണ് ഞാൻ UK പോകുന്നൊരു മൈൻഡ് സെറ്റിൽ പോകരുത്. നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടമാണോ, അവിടെ നിന്ന് ജീവിച്ചു പോകാനാണോ നിങ്ങളുടെ താല്പര്യം, എങ്കിൽ യു ഗോ ഫോർ ദാറ്റ് മൂവ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഞാൻ അവിടെ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇവിടെ ആൾക്കാർ എന്തിനാണ് ഈ UK പോകുന്നൊക്കെ പറയുന്നത്, UKയോടുള്ള ഇഷ്ടം കൊണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. PG എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പ്ലാബ് എഴുതരുത്. ബിക്കോസ് അതൊരു ലോങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഈസി അല്ല. അത് അത്രയും ഒരു സ്ട്രെനസ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമുക്ക് എന്താ പറയുക, ഡ്യൂട്ടി നമ്മൾ വിചാരിച്ച ബ്രാഞ്ച് കിട്ടണമെന്നില്ല, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. എസ്പെഷ്യലി പുറത്തുനിന്നുള്ള ആൾക്കാർ പോകുമ്പോൾ സർജിക്കൽ ഫീൽഡ്സ് കിട്ടാൻ ഭയങ്കര ഹാർഡാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തത് അപ്പോഴാണ്. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാനൊരു പക്ഷേ ഇപ്പം നീറ്റ് ഇരുന്ന് പഠിച്ചൊരു 1 year, ഒരു പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കും, ഞാൻ അന്ന് 1 വർഷം ഇരുന്ന് പഠിച്ച നീറ്റ് എഴുതി എഴുതാം അല്ലെ, എഴുതി മതിയായിരുന്നല്ല,
എഴുതിയപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ടായിരിക്കും എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഉള്ള ഇത്രയും ഒരു ലിവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പേഴ്സണൽ ഗ്രോത്ത് എനിക്ക് ഉണ്ടാവുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ബിക്കോസ് ആ 3 വർഷം എന്ന് പറയുന്നത് സ്ട്രെസ് ട്രെയിനിങ് ആണ്. യെസ്, ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്തു. അപ്പം അന്നത്തെ എൻ്റെ ആഗ്രഹം പോലെ ചിലപ്പോൾ ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് പോയേനെ. പക്ഷെ ഇന്നുള്ള എൻ്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് ഇപ്പം ഇത്രയും സമയം എടുത്തു. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ വലുതാവുന്നതനുസരിച്ച് മാറും. ഇപ്പം നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് മാറും. അപ്പം നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് ഉള്ളത് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഇന്ന് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മെഡിസിൻ ആണ്. അതെങ്ങനെ അങ്ങോട്ട് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 2 വർഷത്തിന് മീതിയായിട്ട് ദുബായിലൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലിനീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം അത്രയും പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ, കോർ മെഡിസിനിലോട്ടുള്ള ഒരു ഇഷ്ടം, ഇതെല്ലാം വന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഓക്കെ ഇതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ എന്നുള്ള കരിയർ ഡിസിഷൻ പോലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തൊരു ടൈം ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി വേറെ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് ഡോക്ടറെ സംബന്ധിച്ച് 3 വർഷം PGക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, 3 വർഷം അവിടെ തന്നെ തീരും. പിന്നീടാണെങ്കിലും ഇന്ത്യൻ പ്രാക്ടീസ് അറിയാലോ, സ്ട്രെസ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നൊരു സിറ്റുവേഷൻ അല്ല. പക്ഷെ അങ്ങനെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി അലൈൻ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് എനിക്ക് വേണം. ഓക്കെ, അതിന് മെഡിസിൻ എസ്പെഷ്യലി ഇൻ ദുബായ് പോലെ സിറ്റിയിൽ വിൽ ബി എ ഗുഡ് ഓപ്ഷൻ എന്നുള്ളത് എനിക്ക് കൊണ്ട് എത്തി. ഞാൻ അനുഭവം കൊണ്ട് ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തി. ഈ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാനുള്ള കാര്യം, ഇവിടെ ഇപ്പം കരിയർ ഗൈഡൻസിന് വരുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ലേക്കുള്ള സ്ട്രീം സെലക്ഷൻ ആണ്. വന്ന് ആഗ്രഹങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്ന ഉടനെ തന്നെ ഡോക്ടർ ആകണം, അതും എനിക്കൊരു സർജൻ ആകണം. അപ്പൊ ഇതങ്ങ് ആദ്യമേ പറയാണ്. അപ്പൊ നമ്മൾ പറയും പ്ലീസ് ടേക്ക് ഇറ്റ് സ്ലോ. ഡോക്ടർ ആകണം എന്നുള്ളത് തന്നെ ഇപ്പൊ ജസ്റ്റ് 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയേ ഉള്ളൂ ശരിക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലേക്കും ഒക്കെ ഇറങ്ങാൻ പോണത്. അപ്പൊ തന്നെ ഇത് ചിലപ്പോൾ മാറും. ഇങ്ങനെ പല അബദ്ധധാരണകളും അല്ലെങ്കിൽ കാലേ കൂട്ടി അത്രയും കണ്ട് ഉറപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകും എന്നുള്ളതും ഒരു പാത്ത് വേ ഡിസൈൻ ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ട് ഉള്ള പോയിന്റുകൾ വെച്ച് ആളുകൾ അതിനേന്ന് പിടിച്ച് വാശി പിടിച്ച്, ചിലപ്പോൾ പാരന്റിന്റെ വാശി, ചിലപ്പോൾ കുട്ടിയുടെ വാശി, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരുപാട് കാണുന്നതാണ്. അല്ല, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മുടെ ഒരു MBBS എന്നുള്ള കാര്യത്തിൽ ബീറ്റ് എനിത്തിങ് ഒരു സൊസൈറ്റിയിൽ ഒരു നോം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇത്, ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ കുട്ടി, ഇത് ഇങ്ങനത്തെ ഒരു നോം ഉണ്ട്. അപ്പം പക്ഷേ എനിക്കും ഞാൻ എൻ്റെ ലൈഫിൽ അത് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ബാച്ചിൽ നേരത്തെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. ബിക്കോസ് എനിക്ക് അപ്പം കല്യാണം കഴിക്കാൻ തോന്നി. പക്ഷെ അത് വെച്ചാൽ ഞാൻ ഐ എം നോട്ട് യെറ്റ് ഫാമിലി പ്ലാനിങ് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം അതൊരു തോട്ട്, അതെന്താ കുട്ടികൾ അതും ബ്രേക്ക് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഞാൻ PG അത് ഞാൻ വേറെ പ്രോസസ്സിലൂടെയാണ് എന്നെ PG ചെയ്യുന്നത്. ഇപ്പോൾ MRCP-യിലൂടെ പോകും. അതെ, ആ ഒരു കാര്യം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പം ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് PG ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും കുറെ പേർക്ക് അറിയില്ല. പക്ഷെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്ത് ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഉള്ള പാത്ത് വേണം. ഒന്ന്, യെസ്, എംറി ഈസ് ഓപ്പൺ ഫോർ യു. അതിന് ഒരു സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. ടൈമും ഉണ്ട്. MBBS കഴിഞ്ഞൊരു 5 ഇയേഴ്സിനുള്ളിൽ തന്നെ അത് ഫിനിഷ് ചെയ്യണം. എംറി എടുത്ത് ഈ സാധനം നമ്മളൊരു 5 ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് എംറി എടുക്കാനുള്ള ടൈം ഗ്യാപ്പ് 5 ഇയേഴ്സ് ഉള്ളൂ. നമുക്ക് അറ്റംപ്റ്റ് കൊടുക്കാനുള്ളത്. അതിനുശേഷം പറ്റില്ല. അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, എംറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒബ്വിയസ്ലി ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ട ഡോക്ടറാണെങ്കിൽ 2-3 ഇയേഴ്സ് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ 2 ഇയേഴ്സും കൂടി അല്ലേ ഉള്ളൂ. നോട്ട് ദ പോയിന്റ്. അതെ, അപ്പൊ അത് ഉണ്ട്. അപ്പൊ എംറി എന്ന് പറയുന്ന ഓപ്ഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് പിന്നെ UK US ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം, ലീവ് ഇറ്റ് അസൈഡ്. അത് പിന്നെ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് റോയൽ കോളേജസ് എക്സാംസ് എഴുതാം. UKയുടെ റോയൽ കോളേജസ് എക്സാം എന്ന് പറയുമ്പോൾ MRCP, MRCOG, MRKM എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ താല്പര്യം, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് റോയൽ കോളേജസ് എക്സാംസ് എഴുതി ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ബേസ്ഡ് പ്ലേസ്മെന്റ് ആയിട്ടുള്ള അസസ്മെന്റ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ നമ്മുടെ വർക്ക് സൈറ്റിലും അസസ്മെന്റ് ഫ്രം ദി UK അതുണ്ടായിരിക്കും. എക്സാം ക്ലിയർ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടന്റ് സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് DHA എക്സാം ഫോർ സ്പെഷ്യലിസ്റ്റ് എഴുതി DHA ലൈസൻസ് വാങ്ങാൻ പറ്റും ഇവിടെ. അതൊരു പാത്വേ ആണ് വിച്ച് ഐ തിങ്ക് ഇസ് റിയലി ഗുഡ്. കാരണം ഇവിടെ അസസ് ചെയ്യുന്നത് നമ്മുടെ പ്യോർ എന്താ പറയുക
കഴിവാണ്. കാരണം ഇവിടെ നമ്മളെ വേറൊരാളെ അസസ് ചെയ്യുന്നില്ല, നമ്മുടെ വർക്കാണ് നോക്കുന്നത്. പ്ലസ് നമ്മുടെ കാലിബർ എക്സാം, MRCP എക്സാമിൽ MRCP ചുമ്മാ PG ഇല്ലാത്ത ഒരാൾക്ക് എഴുതാൻ അത്ര എളുപ്പമുള്ള ഒരു എക്സാം അല്ല. ഒരു PG ലെവൽ എക്സാം ആണ് ഈ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എഴുതാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത്രയും ബുദ്ധിയും ബോധമുള്ള ഡോക്ടർക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ദുബായിലുള്ള എക്സ്പീരിയൻസ് അത്രയും ആയി ഓൾറെഡി. അപ്പൊ അത്രയും റിഫൈൻഡ് ആയ ഡോക്ടർ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരു GP ആണെങ്കിൽ GP മെഡിസിൻ ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് MRCP ഫിനിഷ് ചെയ്യാം. എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ എമർജൻസിയിൽ MRChem ഫിനിഷ് ചെയ്യാം. സിമിലർലി MRC UG സർജിക്കൽ ഫീൽഡ്സ് കുറച്ചും കൂടെ ഹാർഡർ ആയിരിക്കും, കാരണം നമുക്ക് അത്രയും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കുറവായിരിക്കും. ബട്ട് മെഡിസിൻ ഫീൽഡ്സിന് ദിസ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഇനി ഒരു നോൺ ക്ലിനിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? നോൺ ക്ലിനിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുമ്പം ദുബായിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലാതെ ഔട്ട്സൈഡ് ഓപ്ഷൻസ് നമുക്ക് മേ ബി മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് മാസ്റ്റേഴ്സ് അല്ലാതെ വേറെ ഓപ്ഷൻസ് കുറവാണ്. കാരണം യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് അങ്ങനെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പം മാസ്റ്റർ ഇൻ ന്യൂട്രീഷൻ ബേസ്ഡോ അങ്ങനത്തെ ഒക്കെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റിയിലുള്ളത് അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മളൊരു ഇപ്പൊ നാട്ടിലുള്ളത് പോലെ ഇപ്പൊ അനാറ്റമിയിൽ അല്ലെങ്കിൽ ഫിസിയോളജി, ബയോകെമിസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന എംറി ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. എംറി ഓഫർ ചെയ്യുന്ന നോൺ ക്ലിനിക്കൽ ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഔട്ട്സൈഡ് ഇതുപോലത്തെ ഓപ്ഷൻസ് ഇല്ല, കുറച്ച് ലിമിറ്റഡ് ആണ് ഇവിടെ. ഇപ്പോൾ മേജറായിട്ട് ഒരു സ്റ്റുഡൻറ്, നമ്മുടെ +2 ഇത് ചെയ്യുന്ന സ്റ്റുഡൻസ് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന രാജ്യങ്ങൾ, എനിക്ക് USA പോകണം, UK പോകണം, ഓസ്ട്രേലിയ പോകണം, UAE ഇത് ചെയ്യണം, ഇതാണ് ഞാൻ മെയിൻലി കേൾക്കാറുള്ളത്. അപ്പൊ ഇതിൽ ഒരു UK അനുഭവം എന്നോട് പങ്കുവച്ചു, UAE അനുഭവം ടോട്ടലി നമ്മൾ പറഞ്ഞു. US-നെ കുറിച്ചും ഓസ്ട്രേലിയയെ കുറിച്ചും അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് എങ്കിലും അവിടെ ഉണ്ടാവുന്നതാണല്ലോ. അത് വെച്ചിട്ട് കറന്റ്ലി ഉള്ള US ഓസ്ട്രേലിയ സിറ്റുവേഷൻസ് കൂടി ഒന്ന് പറയാമോ? കാരണം കുറച്ചധികം ആൾക്കാർ ചോദിക്കുന്ന കൺട്രീസ് ആണ്. മനസ്സിലായി. ഞാൻ എപ്പോഴും പറയുന്നത് ഇഫ് യു ക്യാൻ ക്ലിയർ, നമുക്ക് ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ USMLE ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഈ പറയുന്ന പോലെ UK-യിൽ ഇപ്പൊ കറന്റ്ലി ജോലി കിട്ടാനും റെസിഡൻസി ട്രെയിനിങ് പോസ്റ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും കോമ്പറ്റീഷനും സാച്ചുറേഷനും ഉണ്ട്. പക്ഷെ US-ന്റെ പാത്വേ അങ്ങനെയല്ല. എക്സാം ഹാർഡാണ്, ഒരു എന്താ പറയുക വിസ കിട്ടാൻ ഹാർഡാണ്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതെന്നല്ലാതെ ഇതെല്ലാം താണ്ടി നമുക്ക് ആ പ്രോഗ്രാമിലോട്ട് കയറി ഒരു മാച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സോർട്ടഡ് ആണ്. പക്ഷെ ഈ 3 ലെവൽ ഓഫ് എക്സാംസ്, നമ്മൾ USMLE എക്സാം, അത് അത്ര ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. ഇപ്പൊ പ്ലാബും UKML എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ മൊത്തത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോ ഈ 3 സ്റ്റെപ്പ് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് എഗെയിൻ ഇപ്പൊ പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറയാ. പ്രത്യേകിച്ച് അവർ പ്രിപ്പയർ ചെയ്യുന്നോ പ്രാക്ടീസ് ചെയ്യുന്നോ ഒന്നുമില്ല. എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ 5 ഇയേഴ്സ് കഴിഞ്ഞ് ഐ വിൽ ഡു USMLE, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല. അപ്പൊ അങ്ങനെ ലാഘവത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്റെ കൂടെ പഠിച്ച ഒത്തിരി പേര് USMLE ക്ലിയർ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എന്റെ ബാച്ചിൽ തന്നെ MBBS കഴിഞ്ഞ എന്റെ ബാച്ച് എന്ന് പറയുമ്പോൾ നാട്ടില് നീറ്റ് അണ്ടർ ഗ്രാജുവേഷൻ എക്സാം അന്നേ ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞ് നാട്ടിലെ ഒരു കോളേജിൽ പഠിച്ച് അതിനുശേഷം പോയവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവര് എന്ന് പറയുമ്പോൾ ഈ ക്ലിയർ ചെയ്ത ആൾക്കാരുടെ എല്ലാവരുടെയും മൈൻഡില് USMLE എന്ന് പറഞ്ഞ പാത്ത് തുടക്കം തന്നെ ഉണ്ടായിരുന്ന ഒരു ആൾക്കാരായിരുന്നു ഞാൻ മനസ്സിലാക്കിയതിൽ. അവരെല്ലാം ഈക്വലി സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാം മുന്നേ തന്നെ ഇതിനു വേണ്ടി എയിം ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ വ്യക്തികളാണ്. ആ പോയിന്റ്സ് ഒക്കെയാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ അതിന് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യുന്നതും അതിന്റെ റിസൾട്ട് വന്നപ്പോൾ മാച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അവരവിടെ റെസിഡൻസി ചെയ്യുന്നു. ഇനി അവർക്ക് ഹേസിലില്ല, ഓക്കെയാണ് ഇനിയുള്ള പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഓസ്ട്രേലിയ ചോദിച്ചല്ലോ. ഓസ്ട്രേലിയ ആണെങ്കിലും എക്സാം കുറച്ച് ഹാർഡാണ്. പക്ഷെ അഗെയിൻ ഹാർഡ് ആവുന്നതനുസരിച്ച് നമ്മുടെ ഔട്ട്കം ഈസിയർ ആണ്. അപ്പം ഓസ്ട്രേലിയയുടെ എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് അവിടെ പോയിട്ടുള്ള പ്രോസസ്സ്
ഭയങ്കര വർത്തിയാണ്, ഈസിയാണ് നെക്സ്റ്റ് ഉള്ള പ്രോസസ്സ്. അത് നല്ലൊരു ഓപ്ഷൻ. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ എക്സാം എന്ന് പറയുന്നത് ഇപ്പം USMLE ആയാലും ഫൈനൽ എക്സാം എന്ന് പറയുന്നത് എഴുതാൻ നമ്മൾ ആ രാജ്യത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതെ അതെ. അവിടെ നമ്മൾ നമ്മുടെ സ്വന്തമായി നമ്മുടെ വിസ കവർ ചെയ്യണം, നമ്മുടെ ലിവിംഗ് കോസ്റ്റ് നമ്മൾ നോക്കണം. അപ്പൊ അതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല. പിന്നെ ഒരു ഒബ്സർവർഷിപ്പ് പോലെ അവിടെ US ചെയ്യണം, അല്ലെങ്കിൽ റെഫറൽ എന്തെങ്കിലുമൊക്കെ വേണം, അങ്ങനെയൊക്കെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഇത് മിക്ക രാജ്യങ്ങളുടെയും ഇതിൽ അത് പ്രോപ്പറായിട്ട് ഇതിനെ ഒരു ലൈസൻസിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഈ പറയുന്ന ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് അതികഠിനമായ റൗണ്ടാണ്. ആ റൗണ്ടിൽ തന്നെ നമ്മൾ അതാത് രാജ്യങ്ങളിൽ പോയി നിന്ന് ചെയ്യേണ്ട ചില പ്രോസസ്സുകൾ ഉണ്ട് എന്നുള്ളതും ഒരു പോയിന്റ്. അതെ അതെ അതെ. ഇത് റിയലൈസ് ചെയ്യുന്നില്ല ആൾക്കാർ. ഈസി ആയിട്ട് US പോവാം. ഓക്കെ, നിങ്ങൾക്ക് അതിന് അത്രയും ബിലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പിന്നെ ചിന്തിക്കരുത്. അതിനുവേണ്ടി day 1 തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ കഴിഞ്ഞാൽ ഡൂവബിൾ ആണ്. പ്രിപ്പറേഷൻ ഇസ് ദ കീ. അത് ഏത് കാര്യത്തിൽ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ പറഞ്ഞ ഒരു 3 എക്സാം എഴുതിയുള്ള അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവറി ഡേ ഒരു പ്രോസസ്. അപ്പൊ ബീയിങ് എ ഡോക്ടർ, ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ സർജൻ ആവണമെന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു പ്രോസസ് ഓഫ് ബീയിങ് എ ഡോക്ടർ ഫ്രം 18 വയസ്സ് തൊട്ട് ലൈഫ് ലോങ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ ഒരു റിഫൈൻഡ് ആയിട്ടൊരു ഡോക്ടർ ആവുന്ന പ്രോസസ്സാണ്. അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്ത് ഡോക്ടർ ആവണം എന്നുള്ളതിനൊക്കെ ഉപരി നല്ലൊരു ഡോക്ടർ ആവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം. ഈ ഒബ്സർവർഷിപ്പ് എന്ന് പറയുന്ന കാര്യം അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ദുബായിലുള്ളതല്ലേ ചോദിച്ചു? അതായത് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത്. ഞാനിവിടെ ദുബായിൽ ഗവൺമെന്റ് ലത്തീഫ ഹോസ്പിറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പെയ്ഡ്, അഗൈൻ വെൻ ഐ സേ പെയ്ഡ്, നമ്മൾ പൈസ കൊടുത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ഓൺലൈനിൽ DHAയുടെ ഒരു സൈറ്റ് ഉണ്ട്, അവിടെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വേണ്ടത്, ഏത് ഹോസ്പിറ്റലാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ അപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടും. ഒരു മാസത്തിന് ഐ തിങ്ക് ഓൾമോസ്റ്റ് 1000 ദിർഹംസ് എന്തോ ആണ് ഞാൻ ആ സമയത്ത് പേ ചെയ്തിട്ടുള്ളത് 2 years ബാക്ക്. ഈ ഒബ്സർവർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേഷ്യന്റിനെ തൊടാനുള്ള അധികാരം അവിടെ ഇല്ല. കാണുക, ആ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പഠിക്കുക, ഒബ്സർവ് ചെയ്ത് പഠിക്കുക. ഇവിടെ അതിന് പറയുന്ന ടേം ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് എന്നാണ്. ഒബ്സർവർഷിപ്പ് എന്നുള്ള വാക്ക് കൂടുതലും എനിക്ക് UK US യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ചെയ്യാന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ട് അവിടുത്തെ സിസ്റ്റം എന്താണെന്നുള്ളത് നിരീക്ഷിക്കാം. അതാണ് ഇതേ സിസ്റ്റം ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇങ്ങനെ വളരെ പോപ്പുലർ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പുറം നാടുകളിൽ പോയി MBBS പഠിക്കുന്ന കുട്ടികൾ MBBS കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. ഇപ്പൊ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് നാട്ടില് ഈ സമ്മർ വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് 1 മാസം 2 മാസം നീണ്ടു നിൽക്കുന്ന ഇത്തരം ഒബ്സർവർഷിപ്പുകൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അത് എനിക്ക് അവർക്ക് അത്രയും ക്ലിനിക്കൽ എക്സ്പോഷർ അവിടെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ചെയ്യണം അത് അവര് ഹോസ്പിറ്റൽസ് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ വിചാരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാനുള്ളൊരു അവസരമെങ്കിലും കിട്ടുമല്ലോ, അതെങ്കിലും കിട്ടിയത് പോട്ടെ എന്ന് വിചാരിക്കും. കാരണം ചില രാജ്യങ്ങളുടെ സിറ്റുവേഷൻ പദ്ധതിക്കാണ്. അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് പുറത്ത് പഠിക്കുന്ന ഒരു കുട്ടിയോട് ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വീക്കെൻഡ്സിൽ വന്നോ കുറച്ച് കേസസ് ഒക്കെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം അവർക്ക് അത്രയും ക്ലിനിക്കൽ എക്സ്പോഷർ കുറവാണ് അവിടെ കിട്ടുന്നത്, കുറവാണ്. ഈ ക്ലിനിക്കൽ എക്സ്പോഷറിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും, ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടിയാലാണ് നമുക്ക് അത്രയും നന്നായിട്ട് ഒരു ഡോക്ടറായി സെർവ് ചെയ്യാൻ പറ്റുക, അതിന്റെ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളൊരു സത്യം. അത് MBBS തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് നമ്മൾ പല രാജ്യങ്ങളിലേക്കും കുട്ടികൾ, ഇപ്പം മനുഷ്യൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് ആളുകൾ MBBS വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്നതിന് മുൻപ് എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ ഒരു രാജ്യം നമുക്ക് എത്രമാത്രം നൽകുന്നു എന്നുള്ളതാണ്. ഈ ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ നാട്ടിൽ പഠിച്ച സമയത്ത് ഇത് കിട്ടിയ ക്ലിനിക്കൽ എക്സ്പോഷർ രോഗിയെ തൊട്ട് പരിശോധിച്ച് രോഗിയോട് സംസാരിച്ച് പ്രശ്നം എന്താണെന്ന് ചോദിച്ച് ഡയഗ്നൈസ് ചെയ്യുന്ന, അത് കേട്ട് കണ്ട് സ്വയവും ചെയ്ത് ഇങ്ങനൊരു പ്രോസസ്സിലൂടെ കടന്നുപോയി അല്ലേ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പല രാജ്യങ്ങളിലും കുട്ടികള് ഇങ്ങനെ നോക്കി ദൂരെ നിന്ന് കാണാം, ആ കാണുന്നതല്ല ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് അവരും മനസ്സിലാക്കുന്നില്ല. കാരണം അവർക്ക് ശരിക്കുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ എന്താണെന്ന് അറിയില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒഫൻഡിങ് ആവാൻ വേണ്ടിയിട്ടുള്ളതല്ല, ബട്ട് ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ട കാര്യം, ക്ലിനിക്കൽ എക്സ്പോഷർ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ടൊരു പേഷ്യന്റിനെ കാണാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എത്ര തിയറി നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഉപയോഗപ്പെടില്ല. ഇപ്പം എന്താ പറയുക, നമുക്കൊക്കെ
കോളേജിൽ പഠിക്കുന്ന സമയത്തും തിയറി സെഷനിനെക്കാളും രാവിലെ ഒരു ഫസ്റ്റ് 2 hours നമുക്ക് എല്ലാ ഇയറും ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആണ്. അപ്പം അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കേസ് എടുത്ത് നമ്മളത് പ്രസൻറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ട്രൂ. അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹൗവർ ഇറ്റ് ഇസ്, നമ്മൾ UAE എന്ന് പറയുന്ന രാജ്യത്ത് വന്നിട്ട് ഇവിടെ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞത്. അതിപ്പോൾ പുറത്ത് പഠിച്ചാലും ഇന്ത്യയിൽ പഠിച്ചാലും ഇനി MBBS കഴിഞ്ഞിട്ടായാലും ഇനി അതല്ല PG കഴിഞ്ഞിട്ടായാലും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം MBBS എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ അക്കാഡമിക് സൈഡ് വിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പോക്കനുസരിച്ച് വേറെ എന്തെല്ലാം സ്കിൽ സെറ്റ് കൂടി അവർക്ക് നിർബന്ധമായി ഉണ്ടാകണം, അല്ലെങ്കിൽ അവർ ഗ്രൂം ചെയ്തെടുക്കണം ടു ബി എ ബെറ്റർ ഡോക്ടർ ഓർ ടു ഗെറ്റ് പ്ലേസ്ഡ് എന്ന് ഞാൻ പറയും? മനസ്സിലായി. ഈവൻ ഞാനാണെങ്കിലും MBBS-ലോട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. നമുക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി എംഫസൈസ് ചെയ്യുന്ന കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നമ്മുടെ ഒരു പേഴ്സണൽ കോൺഫിഡൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പേഷ്യൻസിന് നമ്മൾ പറയുമല്ലോ ഒരു പ്ലസിബോ ഇഫക്റ്റ് ആണ് ഡോക്ടറെ കാണുമ്പോൾ എന്നുള്ളത്. കാരണം ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു എംപതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിസണിങ് സ്കിൽസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഞാനും ദുബായിൽ വന്നപ്പോൾ ഐ ബിക്കേം എ ബെറ്റർ ഡോക്ടർ എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഐ ബിക്കേം എ ഡോക്ടർ ഫ്രം ഹിയർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മെക്കാനിക്കൽ പ്രോസസ്സായിരുന്നു. നമ്മൾ പേഷ്യൻസിനെ കാണുന്ന വിടുന്ന പേഷ്യൻ്റ് ലോഡും അതുപോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ അന്നൊരു ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് വേറെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് തരുന്ന പണി ചെയ്യുന്നു, കൺസൾട്ട് ചെയ്യുന്നു, വിടുന്നു, നമ്മൾ എമർജൻസിയിലാണെങ്കിൽ എവിടെയാണെങ്കിലും ആ ഒരു മെക്കാനിക്കലി പോയിക്കൊണ്ടിരുന്ന വ്യക്തി ഇന്ന് കൂടുതലും എന്താ പറയുക, ഓക്കെ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടത്, അവർക്ക് വേണ്ടത് മരുന്നാണോ, അവർക്ക് വേണ്ടത് കംഫർട്ടാണോ എന്താണെന്ന് മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാൻ തക്കവണ്ണ ഒരു ഡോക്ടർ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം ദിസ് കൺട്രി. ആൻഡ് എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. അപ്പം ഇന്നിപ്പോൾ സ്പെഷ്യാലിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആദ്യം ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ പ്രൊഫഷനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു സർജിക്കൽ സ്കില്ലാണെങ്കിലും ആ സ്കില്ലിനോടുള്ള ഇഷ്ടം ഉള്ള ഡോക്ടേഴ്സ് ഒത്തിരി പേരുണ്ട്. എനിക്കും ഇന്ന പ്രോസസ്സ് ഞാൻ ചെയ്തു, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി എന്നൊക്കെ പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. വെരി ഗുഡ്, അവർക്ക് അത്രയും പാഷനാണ് ആ സംഭവം ചെയ്യാൻ. ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് മോർ ദാൻ ദാറ്റ് ആ പേഷ്യൻറ്റിനോട് നമ്മൾ ഇടപഴകുന്നത് എങ്ങനെയാണ്, അവർ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അതാണ് ഒരു ഡോക്ടറിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ആൻഡ് ഈ കൺട്രി അത് നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മൾ എത്രത്തോളം പേഷ്യൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഈ കൺട്രിയിൽ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഹാർഡ്ഷിപ്സും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? ഒന്നും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര സിമ്പിൾ ഈസി പരിപാടികളല്ല. ഒരു എസ്റ്റാബ്ലിഷ്ഡ് പൊസിഷനിലേക്ക് എത്താൻ ഒരു പക്ഷേ ഒരു നല്ലൊരു ടൈം നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഒരു നല്ല സമയത്തിലൂടെ ഒരു 10, 15, 20 years ഒക്കെ കടന്നു പോയിട്ട് പിന്നെ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ വി ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ഓൾസോ. ഇറങ്ങിയ ഉടനെ തന്നെ കോടികൾ ഇങ്ങോട്ട് നമുക്ക് കൊയ്യാൻ പറ്റും എന്ന ധാരണയിൽ ചില കോഴ്സുകളിലേക്ക് എടുത്തു ചാടുന്നതും ചില കരിയറുകളെ സ്വപ്നം കാണുന്നതും മഹാബദ്ധായി പോകും. വെരി ട്രൂ, വെരി ട്രൂ. കാരണം നമുക്ക് ഇന്ന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പണ്ടത്തെ പോലെയൊക്കെ ഡോക്ടർ, എഞ്ചിനീയർ എന്നല്ലാതെ ഒത്തിരി ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ട്രൈ ഔട്ട് എവറിത്തിങ്. എല്ലാം എന്താണെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്താണ് താല്പര്യം എന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ചൂസ് ചെയ്യുക. ഡോണ്ട് ഫോളോ ദ സൊസൈറ്റി നോംസ് എന്നാണ് ഞാൻ പറയുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് സേ. ഒരു 10ാം ക്ലാസ് തൊട്ടെങ്കിലും കുട്ടി പലതരം കരിയേഴ്സുമായിട്ട് എക്സ്പോസ്ഡ് ആവണം. അതെ, കേൾക്കണം. ഓക്കെ, ഇതാണ് അതിന്റെ പോസിറ്റീവ്, ഇതാണ് അതിന്റെ നെഗറ്റീവ്, ഇന്ന സാധനത്തിൽ പോകാൻ എനിക്ക് ഇന്ന സ്കില്ല് വേണം, ഈ കാര്യത്തിന് ഞാൻ ഇങ്ങനെ എന്നെ തന്നെ അപ്സ്കിൽ ചെയ്യേണ്ടിയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്താൻ. അല്ലാതെ എല്ലാവരും പോകുന്ന ഒരു കോഴ്സിന് വേണ്ടി അതിനുവേണ്ടി ഞാനും പോകണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടും എന്ന് എല്ലാവരും പറയുന്നത് ഒന്നിനാണ്, അതിനുവേണ്ടി ഞാൻ പോകണം, ആ ഒരു തോട്ടിൽ നിന്ന് അതാണ് നമ്മളൊരു കരിയർ ഗൈഡൻസിലൂടെയും ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യവും റിയാലിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസം
ഉണ്ടാവും. അതെ. സോ റിയലിസ്റ്റിക് ആയി നിങ്ങൾ ചിന്തിക്കണം, എന്നാലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. എന്തായാലും ഡോക്ടർ അജിലയുടെ ചാനലിലൊക്കെ പോയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞാൻ എപ്പോഴും പറയും, ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡോക്ടർമാരുമായിട്ട് കൂടുതൽ സംസാരിക്കുക. ഡോക്ടർമാർ എന്തെങ്കിലും വീഡിയോ ഇട്ടുണ്ടെങ്കിൽ അത് പോയി കാണുക, അവരുടെ ലൈഫിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരോളം ആ പൊസിഷനെ കുറിച്ച് പറഞ്ഞു തരാൻ വേറൊരു കരിയർ എക്സ്പെർട്ടിനെ പറ്റുമല്ല. അല്ല, പക്ഷെ ഞാൻ ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള കാര്യം, നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ വിചാരിക്കാറുണ്ട് ആരോടെങ്കിലും സംസാരിച്ച് ഒരു കൺഫ്യൂഷൻ തീർത്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് അന്ന് ആ ഒരു ഓപ്ഷൻ ഇല്ല. ബട്ട് ഇന്നത്തെ കുട്ടികൾക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് ശരിക്കും ഐ തിങ്ക് എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്ത് സംസാരിച്ച് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല ഒരു കുട്ടിയുടെ കാലിബർ എന്തിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു കൺവീനിയന്റ് ഓപ്ഷനാണ്. എന്തായാലും ഡോക്ടർ അജിലയുടെ ചാനലിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒക്കെ പോയി കാണുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും ഒക്കെ ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ബെറ്റർ ഐഡിയാസ് ഓൺ ലൈക്ക് ഹൗ ടു ഹാൻഡിൽ തിങ്സ്. ഇനി വേറെ എന്തെങ്കിലും കാര്യം എൻ്റെ അടുത്ത് നിന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടും. അറിയാവുന്ന സാധനങ്ങളൊക്കെ പതിവ് പോലെ പറഞ്ഞു തരാം. എന്തായാലും ഡോക്ടർ അജില, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഈ ഒരു വീഡിയോ മര്യാദയ്ക്കിരുന്നു പോഡ്കാസ്റ്റ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, കുറച്ച് ലോങ് പരിപാടിയാണ്. അപ്പൊ ഇത് മുഴുവനായി ഇരുന്ന് കാണുന്ന ഒരു കുട്ടിക്കും പാരന്റിനും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ദുബായിയുടെ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് എന്നുള്ളത് മനസ്സിലാക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ അജില വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലെ ദുബായിലുള്ള വേറെ കുറച്ച് ആൾക്കാരെ കൂടെ കിട്ടുമോ ഞാൻ നോക്കട്ടെ, പല പല പ്രൊഫഷനിലുള്ള ആൾക്കാർ. കാരണം ഇവിടെ നമുക്ക് എന്തോരം പ്രൊഫഷണൽ അപ്പൊ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൂടി ഞാൻ ഇതുവരെ ദുബായിൽ നിന്നുള്ള ആരെയും ഞാൻ എന്റെ ചാനലിൽ കൊണ്ടുവന്നിട്ടില്ല. ഇത് നല്ലൊരു തുടക്കമാവട്ടെ. തുടങ്ങിയത് ഡോക്ടർ അജിലയിൽ നിന്ന്. നമ്മള് ഹൗ ടു ബിക്കം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു ചാനലില്. അതിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളെ കൊണ്ടുവന്നിട്ട് ഹൗ ടു ബിക്കം ആ ഒരു അങ്ങനത്തെ ഒരു സീരീസ് നമ്മൾ ചെയ്തു. പക്ഷെ അതെല്ലാം തന്നെ നാട്ടിലുള്ള ആൾക്കാരായിരുന്നു. മനസ്സിലായി. ആദ്യമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഒരു മാസത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് ദുബായിലാണ്. ദുബായിലുള്ള ആൾക്കാരുമായിട്ട് ഇതുവരെ ഒരു ഇന്ററാക്ഷൻ വന്നില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാരും കിട്ടും, ആൻഡ് ഇവിടെ എത്തി എസ്റ്റാബ്ലിഷ് ആവാൻ എളുപ്പമല്ല. അപ്പൊ കുട്ടികൾക്കും പ്രയോജനമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പുറത്ത് വന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം. ഇനി അടുത്ത ഏത് പ്രൊഫഷനിലുള്ള ആളെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും കമന്റ് ചെയ്യും. അവർക്ക് കിട്ടുമോ നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലെ സംസാരിക്കാം, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. താങ്ക് യു ഡോക്ടർ അജില. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ. താങ്ക് യു സോ മച്ച്.